ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് മധുരൈ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ മധുരൈ കറിദോശ എന്നാണ് പറയുന്നത്. ദോശ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ദോശയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കറിദോശ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ പീസസ് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെക്കാം. ഈ ചിക്കനിന് പകരമായിട്ട് മട്ടൺ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ മീഡിയം സൈസ് 2 സവാള ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്ത് ഒരു ബൗളിൽ എടുത്ത് വെക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ സവാള സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ചെറുതായി ചോപ്പ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് ഇതേപോലെ വട്ടത്തിലരിഞ്ഞതും 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 മീഡിയം സൈസ് തക്കാളി ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയുമാണ്. ഇനി ഈ ദോശ തയ്യാറാക്കാനുള്ള ദോശമാവ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായ 2 കോഴിമുട്ട കൂടെ എടുത്ത് വെക്കാം. ആദ്യം തന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് നമുക്കൊന്ന് മിൻസ് ചെയ്ത് എടുക്കാം. ഈ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഈ മിക്സി ജാറിലേക്ക് ഇട്ട് ഒരുപാട് പേസ്റ്റ് രൂപത്തിലാകാതെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ബോൺലെസ് ചിക്കൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതായിരിപ്പം മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതോടൊപ്പം തന്നെ എടുത്തു വെച്ചിരുന്ന 2 മുട്ടയും ഒന്ന് ബീറ്റ് ചെയ്തൂടെ വെക്കാം. ആദ്യം തന്നെ ഈ ഒരു ചിക്കൻ മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന 2 മീഡിയം സൈസ് സവാളയില്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയും പച്ചമുളകും ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് നേരം ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയി വരുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി സവാളയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി സവാളയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന 2 മീഡിയം സൈസ് തക്കാളിയില്ലേ, അതിൻ്റെ 1/4 ഭാഗവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ഭാഗം തക്കാളി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അതുകൊണ്ട് അത് മാറ്റി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഈ തക്കാളി കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കിയതിനു ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ 2-3 മിനിറ്റ് ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഈ മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിൻസ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് ചിക്കന് പകരമായിട്ട് മട്ടൺ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ചൂടുവെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ചിക്കൻ വേവാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ പാകത്തിന് വെന്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇനി ഈ ചിക്കൻ മസാല ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ചിക്കൻ്റെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു സവാളയും തക്കാളി ചോപ്പ് ചെയ്തത് ബാക്കിയും കൂടെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടെ മുഴുവനായിട്ട് ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ നന്നായിട്ട് തണുത്തതിന് ശേഷമേ ഇതിലേക്ക് മുട്ട ചേർത്ത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ചൂടോടുകൂടി മുട്ട ചേർത്താൽ അത് പെട്ടെന്ന് തന്നെ വെന്തു പോവും. അതുകൊണ്ട് ചിക്കൻ തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കാനുള്ള തവ നന്നായി ചൂടായി വരുമ്പോൾ ഒരു തവി ദോശമാവ് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. ലൈറ്റായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. ഈ ദോശമാവ് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ ഉടൻ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ മുട്ടയുടെ ആ ഒരു മിക്സ് ഇല്ലേ, അതൊരു ലെയറായിട്ട് തന്നെ ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ദോശ വെന്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിന് മുകളിലേക്ക് ആ ഫില്ലിങ് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ ഫില്ലിങ്ങിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടി ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തൂവി കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം മറുവശം ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. നമ്മൾ വെച്ച് കൊടുത്ത ആ ഒരു ചിക്കൻ്റെ മുട്ടയുടെ ആ ഒരു ഫില്ലിങ്ങും മല്ലിയിലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ദോശ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ കണ്ടില്ലേ, ഫില്ലിങ് വെച്ച ആ ഒരു ഭാഗം കുറച്ചുകൂടെ ഒന്ന് മൊരിഞ്ഞ് ബ്രൗൺ കളറായി ഇതേപോലെ കിട്ടണം. ഇതേപോലെ തന്നെ മുഴുവൻ ദോശയും നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ചിക്കൻ കറിദോശ തയ്യാറാക്കാൻ. ഇതൊരു മധുരൈ സ്പെഷ്യൽ ദോശയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് മട്ടൺ വെച്ച് വേണമെങ്കിലും ഈ ഒരു ദോശ തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മളെടുത്ത ആ ഒരു ചിക്കൻ്റെ അളവിൽ ഞാനിവിടെ 3 ദോശയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും മാത്രമല്ല, കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി ദോശയാണ്. തലേദിവസമൊക്കെ ഈ മസാല തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ ഈ ദോശ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിനു ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.